അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും അധികം തഖ്വയുള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ സ്ഥാനമുള്ളത്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിൻ്റെ നോട്ടം യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ തഖ്വയുള്ളവരായിട്ട് നാം മാറുക. തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തി. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അത് ഖിയാ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അങ്ങനെ നാം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് എന്നാണ് ഹദീസുകൾ പറയുന്നത്. എങ്കിൽ അതിനാൽ അവസാനം ആഖിബത്ത് നന്നായി മരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അത് ചില ആളുകൾ മുസ്ലിമായിട്ട് ജീവിക്കുകയും കാഫിറായി മരിക്കുകയും ചെയ്യുന്നവർ ഉണ്ട്. ചില ആൾക്കാർ കാഫിറായി ജീവിക്കുകയും അവസാനം മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. അങ്ങനെ നാം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്കുള്ളതാണ്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുകയും അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ നാം സ്വലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ രാവും പകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നാം പതിവാക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലായികത്തുകളും റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, സലാം ചൊല്ലുന്നു. അതുകൊണ്ടല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക. അങ്ങനെ നാം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുവാൻ നാം ശ്രദ്ധിക്കുവാനും, അതുപോലെ തന്നെ ഈ ദുൽഹജ്ജ മാസത്തിൽ നാം ധാരാളം നന്മകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ ഹജ്ജിൻ്റേതായ ഈ മാസത്തിൽ നാം പരമാവധി സാമ്പത്തികമായി കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുവാനും, അങ്ങനെ അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും, 5 നേരത്തെ നിസ്കാരങ്ങളെയും നാം നിർവഹിക്കുകയും, കഴിവുള്ളവർ സക്കാത്ത് കൊടുത്തു വീട്ടുകയും, അതുപോലെ തന്നെ വിശുദ്ധമായ റമദാനിലെ നോമ്പുകൾ നാം നോറ്റുവീട്ടുകയും, സാമ്പത്തികമായി കഴിവുള്ളവർ ആരോഗ്യവും പ്രായപൂർത്തിയുമായിട്ടുള്ള എല്ലാവരും, സാമ്പത്തികമായി കഴിവുള്ളവർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നാം നിർവഹിക്കുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ നാം ഫർളായ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക്
അള്ളാഹുവിൻ്റെ അതിവിശാലമായിട്ടുള്ള ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത്തഖുള്ള അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.